ശാസ്ത്രലേഖകനായ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ കാലവർഷം ശക്തമാകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ കാലവർഷം ദുർബലമാവുകയുണ്ടായി. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ മഴ നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലൊക്കെ വലിയ രീതിയിലൊരു കുറവ് വരുമോ? വേനൽ കുറേ കൂടെയൊക്കെ കടക്കാനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? അതോ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? നമ്മള് മൺസൂണിന്റെ ആദ്യഘട്ടം ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോ പ്രീ മൺസൂൺ കഴിഞ്ഞ് അടുത്ത മൺസൂൺ ഫേസിൽ കുറച്ച് നല്ല മഴ കിട്ടി. മിക്കവാറും എല്ലാ ഇടങ്ങളിലും നല്ല മഴ കിട്ടി. ഇപ്പോ ഈ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൗമശാസ്ത്ര പ്രത്യേകതയുള്ള ഘട്ടമാണ്. കാരണം ഇന്ന് ഉച്ച മുതൽ മധ്യ കേരളം, തെക്കൻ കേരളം തുടങ്ങിയ മേഖലകളിൽ മഴ പെയ്യും. പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയുടെ ഘാട്ട് ഏരിയ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഏരിയ, ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ഏരിയ, അതുപോലെ തന്നെ സായാഹ്നത്തില് നമ്മുടെ തെക്കൻ ജില്ലകളിൽ മഴ പെയ്യും. ഇപ്പൊ ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലും, ആലപ്പുഴയുടെ കുട്ടനാട് ഭാഗങ്ങളിലും ഇങ്ങോട്ടേക്ക് കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തേക്ക് മഴയുണ്ടാവും. നാളെ കേരളമെമ്പാടും മഴ പെയ്യുന്ന ദിവസമാണ്. ഈ ഒരു ഫേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മധ്യ കേരളത്തിലേക്കും താഴ്വരകളിലേക്കും മഴ മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ തീരദേശ നഗരങ്ങളിൽ മാത്രമാണ് വളരെ ശക്തമായ മഴ കണ്ടത്. അപ്പൊ ഈ ഫേസ് എന്ന് പറയുമ്പോൾ 2-3 ദിവസം നീണ്ടു നിൽക്കും. അപ്പോ അത് മധ്യ കേരളത്തിലും താഴ്വരകളിലും ഒക്കെ നല്ല മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് സായാഹ്നത്തിലെ തലസ്ഥാനത്ത് 4:30-5 മണി കഴിഞ്ഞതിന് ശേഷം നല്ല മഴ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ മധ്യ കേരളവും തെക്കൻ കേരളവും അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളിലുമാണ് മഴ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. നാളെ നല്ലൊരു മഴ ദിവസമാണ്. അപ്പൊ അതിന്റെ തുടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞ് സായാഹ്നമൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു തുടക്കമാവും. പിന്നെ രാത്രി സമയത്ത് അധികം മഴ ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. നേരിയ മഴ അങ്ങിങ്ങ് പെയ്യുമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ പകൽ സമയത്ത് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു 2-3 ദിവസത്തേക്കുള്ള മഴ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. 21-ാം തീയതി മഴയിൽ കുറവുണ്ടാവും. അതായത് മറ്റന്നാള് മഴയിൽ കുറവുണ്ടാവും. പക്ഷെ അങ്ങിങ്ങ് ചെറിയ രീതിയിലുള്ള മഴ പെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ തരത്തിലുള്ള ഇത്തവണത്തെ മൺസൂണിന്റെ ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ ഒരാഴ്ച കഴിയുന്നതോടുകൂടി ഈ ഒരു അവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. ആ സമയത്ത് മഴ എങ്ങനെയായിരിക്കും നമുക്കൊരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ഒരു ശക്തമായ മഴയും നല്ല തണുപ്പുമാണ് ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത്. ഒരു ജൂലൈ ആദ്യത്തെ ആഴ്ച ആ സമയത്തൊക്കെ നല്ല മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ അവസ്ഥകൾ മാറുന്നു, അതുപോലെ തന്നെ ശൈത്യം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലും കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ ഒരു മൺസൂണിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ടിപ്പിന്റെ കേന്ദ്രഭാഗത്തേക്ക് മാറുന്നതായിട്ടാണ്. ഇപ്പൊ കർണാടക മേഖലയുടെ മധ്യ കർണാടക പ്രദേശങ്ങളിലൊക്കെ തീരദേശം കടന്നുള്ള പ്രദേശങ്ങൾ, ബംഗളൂരു പോലുള്ള, മൈസൂർ പോലുള്ള ഇടങ്ങളിലേക്കൊക്കെ മഴ ഇന്ന് സായാഹ്നത്തോടുകൂടി മാറും. അപ്പൊ മൺസൂണിന്റെ ആ ഒരു പ്രഭാവം ഏറി വരുന്ന, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഏറി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ അതൊരു വേവുമായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് തൊട്ട് പോകുന്നത് കേരളത്തിലെ തൊട്ട്, അതായത് പശ്ചിമഘട്ട മലനിരകളുടെ ഇങ്ങേപ്പുറത്ത് കിടക്കുന്ന പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ തുടങ്ങി അവിടെ പെയ്തൊഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഭാഗങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ്, അതായത് മധ്യഭാഗങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കേരളത്തെ തൊട്ട് കിടക്കുന്ന തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ, ഇപ്പൊ കോയമ്പത്തൂർ, ഊട്ടി തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ മഴ ലഭിക്കും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലെ മഴ സാധ്യതയെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഇതിപ്പോ തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്നില്ല, ഐസൊലേറ്റഡ് ആയിട്ടുള്ള മഴയാണ്. ഇപ്പൊ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പെയ്ത് മാറുന്ന മഴയായിട്ടാണ് ഈ ദിവസങ്ങളിലും കാണുന്നത്. പക്ഷെ കേരളമെമ്പാടും നാളെ മഴ ലഭിക്കുന്ന ഒരു സൂചനയാണ് കാണുന്നത്. നേരത്തെ വടക്കൻ ജില്ലകളിലാണ് കേന്ദ്രീകരിച്ചത്. ഇപ്പോ ഈ 2 ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ വടക്കൻ ജില്ലകളിൽ ലഭിച്ച പോലുള്ള അത്ര ശക്തമായ മഴയല്ല ലഭിക്കുന്നത്. പക്ഷെ സാമാന്യം തരക്കേടില്ലാത്ത മഴ കുറച്ചു സമയത്തേക്ക് ലഭിക്കുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. മലമ്പ്രദേശങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് കാശ്മീർ ഏരിയകളിലൊക്കെ ചിലപ്പോൾ നമുക്ക്
ആവശ്യത്തിനുള്ള ജലം ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ഫേസിൽ നമുക്ക് ധാരാളം വെള്ളം ലഭിക്കും. നദികളിലും പുഴകളിലും അതുപോലെ തന്നെ ഡാമുകളിലൊക്കെ ആവശ്യമുള്ള വെള്ളം ലഭിക്കുന്ന സാധ്യതയാണ് കാണുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് വേണ്ട രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ടോ? വേണ്ട അളവിൽ മഴ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോ ആദ്യത്തെ മൺസൂണിന്റെ ഫേസിൽ നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലുള്ള മഴ നമുക്ക് ഇക്കുറി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആഗോള വ്യാപകമായിട്ടുള്ള അവസ്ഥകൾ മാറിയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അവസ്ഥയല്ല ഈ വർഷം വ്യത്യസ്തമായ രീതിയിലാണ് മൺസൂൺ ബിഹേവ് ചെയ്യുന്നത്. പൊതുവേ നമ്മളിപ്പോ ഒരു പ്രവചനം തന്നാൽ ഇന്ത്യയിലൊട്ടാകെ ബിലോ നോർമൽ മൺസൂൺ ആയിരിക്കും എന്നതാണ്. പക്ഷെ അത് കാരണം കേരളത്തിൽ തൊട്ടാണല്ലോ, അറബിക്കടലിൽ തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തെ തൊട്ടിട്ടാണല്ലോ ഈ മഴമേഘങ്ങളിലൊക്കെ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈർപ്പം മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അപ്പോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറവുണ്ടാവുമെന്ന് തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആഗോള വ്യാപകമായിട്ടുള്ള കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അതിന് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ എല്ലിനോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതേ തുടർന്ന് ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അതായത് വലിയൊരു മഴക്കുറവ് കേരളത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഡെവലപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൺസൂൺ എല്ലിനോയുടെ അടുത്ത ഘട്ടം, അതായത് ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിൽ ഇത് തീവ്രമാകുന്നത്, നോർമലി എല്ലിനോ തീവ്രമാകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇവിടെ മഴ ഒഴിയും. എല്ലിനോ നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം നല്ല ചൂടായിരിക്കും. അപ്പോ പിന്നീട് സാധാരണ എല്ലിനോ ഒരു 3-4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാവമാണ്. പക്ഷെ ഈ കാലയളവിലൊക്കെ കണ്ടുവരുന്നത് എല്ലിനോ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ന്യൂട്രൽ ആവുകയോ ലാനിന കണ്ടീഷനിലേക്ക് പോവുകയോ ചെയ്യുന്നു എന്നതാണ്. ഇപ്പൊ 1 ഡിഗ്രി വർദ്ധനവ് പെസിഫിക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലിനോയിലേക്ക് കടന്നു എന്നുള്ളതാണ് സൂചനകൾ. പക്ഷെ അതിന്റെ പ്രതിഫലനം എവിടെ എത്തിച്ചേരണമെങ്കിൽ സമയമെടുക്കും. കാരണം ചെറിയൊരു ദൂരമല്ലല്ലോ. അതിന്റെ ഒരു പ്രഭാവങ്ങള്, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചൂട് കൂടുമ്പോൾ ഇന്തോനേഷ്യയുടെ ഭാഗത്ത് ചൂട് താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ്. ഏകദേശം ഇന്തോനേഷ്യയുടെ ഭാഗത്ത് ചൂട് കൂടുതലാണ്. പൊതുവെ ആഗോള വ്യാപകമായിട്ട് ചൂട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ കേന്ദ്രഭാഗത്ത് ചൂട് കൂടുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അവിടെ 1-2 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ എല്ലിനോയുടെ പ്രഭാവം ന്യൂട്രലൈസ് ചെയ്തു പോകും. അതിനുവേണ്ടിയുള്ള ഒരു പരീക്ഷണ വേദിയായിട്ടാണ്, ഒരു നിരീക്ഷണ വേദിയാണ് ഈ വർഷത്തെ മൺസൂൺ. അപ്പോൾ എങ്ങനെ ഇത് ബിഹേവ് ചെയ്യുന്നു നമുക്ക് അടുത്തുള്ള ആഴ്ചകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏതായാലും എല്ലിനോയുടെ പ്രഭാവം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ, ഇതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഭാസങ്ങളുടെ കാര്യങ്ങൾ നമുക്കിനി അടുത്ത ആഴ്ചകളിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം അവസ്ഥകളിൽ ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് കടക്കുന്ന മൺസൂണിന്റെ അവസ്ഥകളിൽ ഒരു നിശ്ചിത ഇടത്ത് പെട്ടെന്ന് തന്നെ അതിശക്തമായ മഴ പെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിലും മധ്യ കേരളത്തിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിലും അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്തൊഴിയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ നമ്മുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട സമയമായി. ഇപ്പോ പല പ്രദേശങ്ങളിലൊക്കെ നാളെ നല്ല മഴയായിരിക്കും, താഴ്വരകളിൽ നല്ല മഴയായിരിക്കും. അപ്പോ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പാറിങ്ങോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഈ അവസരത്തിൽ പാടുള്ളതല്ല. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാനി ഒരുപാട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ധാരണ. ശരി, വളരെയധികം നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.